എൻ്റെ മോൻ്റെ കൂട്ടുകാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അന്നേരം ഓടിക്കറിയെന്നൊക്കെയാണ് വന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്നേരം കേസാവത്തില്ലായിരുന്നു. എൻ്റെ മോൻ അന്നേ ജയിലിലാവത്തില്ലായിരുന്നു. അവർക്ക് 2 ലക്ഷം രൂപ ആദ്യം ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപയാക്കി. അവർ കുറച്ച് 1 ലക്ഷം രൂപ തന്നാൽ അവർ ഈ തന്നില്ലെങ്കിൽ നമ്മളെ ഒരുപാട് നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം തെറ്റ് ചെയ്യാതെ എനിക്കത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഓർത്ത് എന്നെ പോലൊരു പെണ്ണല്ലേ, നമ്മൾ എന്തിനാ, നമ്മളെ ക്ഷമയല്ലേ ഏറ്റവും വലുത്, നമ്മളങ്ങ് ക്ഷമിച്ചു. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് അതാ. പക്ഷെ അന്ന് കേസ് ചാർജ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ 1-2 കുഞ്ഞുങ്ങളെ വോയിസ് ഒക്കെ കേട്ടായിരുന്നു. ഈ മദ്യം വരെ നമ്മുടെ സ്ഥാപനത്തിൽ ചില കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്ന്. അതേപോലെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലായാലും ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വഴക്ക് പറയത്തില്ലേ? ഇതൊക്കെ വെറുതെ ഓരോ ആരോപണങ്ങൾ. അവരുടെ പുറകിൽ ആരാണ്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ചിൽഡ്രൻസ് ഹോമിൽ ജോലിക്ക് വന്ന ഒരാൾ രാത്രി ഞങ്ങളുടെ അനുവാദമില്ലാതെ ഓൾഡ് ഏജ് ഹോമിൽ കയറുമോ? നമ്മളിപ്പം കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു. ഉദയഗിരിജയാണ് നമ്മുടെ കൂടെയുള്ളത്. കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളിൽ വന്ന ഒന്നായിരുന്നു ജീവമാത. അതുമായി ബന്ധപ്പെട്ട് ജീവമാതയ്ക്ക് എതിരെ ഞങ്ങൾക്ക് കുറേ ബൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ ഭാഗവും കേൾക്കണം എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ കാണാൻ വന്നിട്ടുള്ളത്. അതിൽ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നിലവിൽ നിങ്ങൾ നിയമ നടപടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി, എന്താണ്? നമ്മളിപ്പം കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു. എന്തുകൊണ്ടായിരിക്കും ജീവമാതയ്ക്കെതിരെയും ഉദയഗിരിജയ്ക്കെതിരെയും ഇത്രയും ആളുകൾ രംഗത്ത് വരുന്നു? അവർ ഒരു കൂട്ടമായ ആളുകൾ ബൈറ്റുകൾ കൊടുക്കുന്നു, കുറേ യൂട്യൂബർമാർ രംഗത്ത് വരുന്നു. ശരിക്കും എന്താണ് ഇവർക്ക് ഉദയഗിരിജ എന്ന ആളോട് ഇത്ര ദേഷ്യം തോന്നാൻ? എനിക്കറിയത്തില്ല. ഞാനൊരു സ്ത്രീയല്ലേ. അതിൻ്റെ ഒരു ഒറ്റയ്ക്ക് വന്ന് എൻ്റെ ഹസ്ബൻഡായി സ്ഥാപനം തുടങ്ങിയത്. 2009 തുടങ്ങി 2011 മരിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ട് 3 മാസമേ ഉള്ളൂ. അപ്പം അതുവരെ ഒരു 14 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ സ്ഥാപനം കൊണ്ട് നടന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മുകളിലോട്ട്, ഇപ്പം നേരത്തെ നമുക്ക് വസ്തുവില്ലായിരുന്നു, വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് വസ്തുവുണ്ട്, കെട്ടിടമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നീങ്ങുന്നതൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നേന്ന് വെച്ചാൽ 2-3 ഒരു യൂട്യൂബർ ഇങ്ങനെ പൈസ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 ലക്ഷം രൂപ ആദ്യം ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപയാക്കി. അവർ കുറച്ച് 1 ലക്ഷം രൂപ തന്നാൽ അവർ ഈ തന്നില്ലെങ്കിൽ നമ്മളെ ഒരുപാട് നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം തെറ്റ് ചെയ്യാതെ എനിക്കത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്തു, പൈസ തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ യൂട്യൂബർമാരല്ലയോ, ഓരോന്ന് പിടിച്ച് കള്ളത്തരമായിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് വൈറലാക്കി കളഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന ഒരു ബൈറ്റ് എന്ന് പറയുന്നത് സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഞങ്ങളോട് ആദ്യമായി സംസാരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വെറും 4 ദിവസം ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പല കാര്യങ്ങളും ഇവിടുന്ന് മനസ്സിലായിരുന്നു എന്നാണ്. ഒന്നാമത്തെ അവർ ആരോപിച്ചത്, ഇവിടെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇവിടുത്തെ അമ്മമാരെ തല്ലുന്നു, അവരെ വൃത്തിയാക്കുന്നില്ല, അവർക്ക് ഈ ഒരു അമ്മയെ മലമൂത്ര വിസർജ്യത്തിൽ വരെ അവർ കിടത്തിയിട്ടുണ്ട്, അത് ക്ലീനാക്കുകയോ പോലും ചെയ്തിട്ടില്ല തുടങ്ങി ഇത്തരം ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ശരിക്കും ജീവമാതയിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടോ? നമ്മൾ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു ലേഡി ഇവിടെ ജോലിക്ക് വന്നെന്നുള്ള സത്യമാണ്. അത് 4 ദിവസമല്ല, അവർ 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് അവർ രാവിലെ ജോലിക്ക് വരുന്നത്. 6-ാം തീയതി 7-ാം തീയതി ഒരു ദിവസമേ ഫുള്ളായിട്ട് അവർ നിന്നിട്ടുള്ളൂ. 8-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പം അവർ ജോലിക്കായിട്ട് വന്നില്ല. നമ്മൾ ഫേസ്ബുക്കിൽ ചിൽഡ്രൻസ് ഹോമി വാർഡനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിനകത്തൊരു ജീവമാതയുടെ ഫേസ്ബുക്കിലൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്ത ആ പരസ്യം കണ്ടിട്ടാണ് അവർ വന്നത്. പക്ഷേ അവർ ചിൽഡ്രൻസ് ഹോമിൽ ജോലിക്ക് വന്നത്, പക്ഷെ അവർ കയറിയത് ഓൾഡ് ഏജ് ഹോമിൽ. അതായത് അവരുടെ പുറകിൽ ആരാണ്ട് നിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ്. ജോലിക്കായിട്ട് ഒരാൾ വരുമ്പം ഇപ്പോഴാണ് ഇത് ചിൽഡ്രൻസ് ഹോം ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടും കൂടെ ഇടയ്ക്കുള്ള മതിലങ്ങ് പൊളിച്ചു. പക്ഷെ നേരത്തേന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ഹോമിൽ പോകണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട്, അതിലെ അങ്ങോട്ട് അങ്ങറ്റത്താണ് ചിൽഡ്രൻസ് ഹോം. ഓൾഡ് ഏജ് ഹോം ഇപ്പുറത്താണ്. അവർ രാത്രി വന്ന് ഇതേപോലെ വന്ന് വീഡിയോ എടുത്ത്, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ വന്ന് വീഡിയോ എടുത്ത്. പക്ഷേ ഇവർ കാണിച്ച മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മളെല്ലാ മുറിയിലും ക്യാമറ വെച്ചിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോമിനകത്ത്. ചിൽഡ്രൻസ് ഹോമില്ല, കുഞ്ഞുങ്ങൾ കിടക്കുന്നിടത്ത് നമ്മൾ പെൺകുട്ടികൾ അവിടെ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ അമ്മമാർ കിടക്കുന്നിടത്ത് ഇത് വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, സൗണ്ട് സിസ്റ്റം. അപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ആ അമ്മയെ കൊണ്ട് പറയിക്കുന്നത് നമുക്ക് ആ ക്യാമറയ്ക്കകത്ത് വ്യക്തമായിട്ട് അത് കിട്ടി. നമ്മളത് ഇവർ കേസ് കൊണ്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ സാമൂഹ്യനീതി വകുപ്പിന്, മനുഷ്യാവകാശ കമ്മീഷൻ, എല്ലായിടത്തും ഇവർ കൊണ്ട് പരാതി കൊണ്ട് കൊടുത്തു 2022. അത് അവർ തന്നെ ഇപ്പം എൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് നടന്ന ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് അതിനകത്ത് അവർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഡേറ്റ് നോക്കിയാൽ അറിയാം, 2022 പൊന്നമ്മ എന്ന് പറയുന്ന ഒരു അമ്മയെ കൊണ്ടാണ് ഇത് പറയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്ന് അന്വേഷണം കഴിഞ്ഞിട്ട് ഈ 2 വർഷവും വീണ്ടും 2-2.5 വർഷം അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
അന്നേ അത്രയും ഒരു വിഷയം ഉണ്ടായി, അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ സ്ഥാപനം പൂട്ടത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് ആൾക്കാർ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്ന് അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ എന്തുകൊണ്ടാണ് ആ അമ്മ ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എനിക്കിവിടെ ദുരന്തമാണ് എന്നെ കൊണ്ടുപോകുന്നൊക്കെ? ഒരമ്മ ഇപ്പൊ നമ്മളായാലും ഇപ്പൊ ഓരോ സാഹചര്യത്തിലാണ് ഓരോ അമ്മമാരെ എത്തപ്പെടുന്നത്. പൊന്നമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് കല്യാണം കഴിച്ചിട്ടില്ല അമ്മ. അപ്പം ഏതൊരു അമ്മയായാലും ഇപ്പൊ ചെന്ന് അമ്മ ഇറങ്ങി വാ നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടെ ഇറങ്ങി വരും. അവരെ കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അവരെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റൂ? ഏതെങ്കിലും ഒരാൾ വന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇച്ചിരി മാനസിക ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. വന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞാൽ ശരിയെന്നും പറഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത് വരെ ആ ക്യാമറയ്ക്കകത്ത് വ്യക്തമായിട്ട് കണ്ട്. അതുകൊണ്ടാണ് അന്ന് അന്വേഷണത്തിന് വന്നവരെല്ലാം ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് അതെല്ലാം നമ്മുടെ ഇൻസ്പെക്ഷൻ ബുക്കിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് വന്ന് ഇവിടെ അന്വേഷണ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെന്ന് പറയുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഈ അന്നദാനം കൊടുത്തു കഴിഞ്ഞിട്ടാവുമ്പം അത് തന്നെ പിന്നെയും ചൂടാക്കി അവർക്ക് കൊടുക്കുന്നു. പുളിച്ച കഞ്ഞിയാണ് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്. ഈ എല്ലാ മാസവും ഇപ്പോഴാ ഈ ചിൽഡ്രൻസ് ഹോം ഇല്ലാത്ത, നേരത്തെ എല്ലാ മാസവും കൃത്യമായിട്ട് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും കൗൺസിലർമാർ, ഈ ചിൽഡ്രൻസ് ഹോമിന്റെ വകയായിട്ടുള്ള കൗൺസിലർമാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മളോട് പറഞ്ഞിട്ടല്ല വരുന്നത്. അവരൊക്കെ സ്ഥിരമായിട്ട് ആഴ്ചയിലും മാസത്തിലും എല്ലാം വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവരൊന്നും ഇതുവരെ അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ദിവസം വന്ന ഒരാൾ അങ്ങനെ കണ്ടുപിടിക്കൂ? തന്നെയല്ല ഇത് വെള്ളരിക്കപ്പെട്ടണം അല്ല ഇത് പുളിച്ച കഞ്ഞിയൊക്കെ കൊടുത്ത അമ്മമാർക്ക് ശരീരത്തിന് പിടിക്കുമോ? നേരത്തെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവർക്ക് ശരീരത്തിന് പിടിക്കുമോ? അപ്പൊ ഇതൊക്കെ വെറുതെ ഓരോ ആരോപണങ്ങൾ. അവരുടെ പുറകിൽ ആരാണ്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ചിൽഡ്രൻസ് ഹോമിൽ ജോലിക്ക് വന്ന ഒരാൾ രാത്രി ഞങ്ങളുടെ അനുവാദമില്ലാതെ ഓൾഡ് ഏജ് ഹോമിൽ കയറുമോ? അത് നമ്മുടെ ക്യാമറയ്ക്കകത്ത് വ്യക്തമായിട്ട് കണ്ട് നമ്മളത് എല്ലാവരെയും കാണിച്ചു. അന്വേഷണത്തിന് പോലീസ് സ്റ്റേഷനിൽ അവർ ആദ്യമേ ആണെങ്കിൽ അവർ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് അഡ്വർടൈസിന്റെ പരിധിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേന്നായി ഈ വീഡിയോ ഞങ്ങൾ ഈ ഫേസ്ബുക്കിനകത്ത് കണ്ട്. അന്നേരം തന്നെ ഞങ്ങൾ അഡ്വർടൈസിനെ കൊണ്ട് പരാതിയും കൊടുത്ത് ഒപ്പം ആ ക്യാമറയ്ക്കകത്ത് പതിഞ്ഞത് അതേപോലെ കൊണ്ട് കാണിച്ചപ്പോഴാണ് സന്ധ്യ പല്ലവിയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് വരുത്തി വഴക്ക് പറഞ്ഞു. അത് ഡിലീറ്റ് ചെയ്ത് അവർ തെറ്റ് ഇതുള്ളതാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മളെയല്ലേ പറയത്തുള്ളൂ. അമ്മ അന്നേരം ഇവിടെ മാറ്റത്തില്ലേ, കേസ് എടുക്കത്തില്ലേ എനിക്കെതിരെ? ഇത് നമ്മൾ ആ ക്യാമറയ്ക്കകത്ത് ഇവർ ഈ പറയിപ്പിച്ചത് ആ ക്യാമറയ്ക്കകത്ത് വ്യക്തമായിട്ട് കണ്ടതുകൊണ്ട് പോലീസുകാർ വിളിച്ച് അവരെ വഴക്ക് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറഞ്ഞിട്ട് അന്നേരത്തിന് കേസ് ചാർജ് ചെയ്യണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു കേസ് ചാർജ് ചെയ്യണമെന്ന്. അപ്പോഴത്തേനും ഇവർ അവിടെ നിന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയി. അപ്പൊ ഞാൻ ഓർത്ത് എന്നെ പോലൊരു പെണ്ണല്ലേ, നമ്മൾ എന്തിനാ, നമ്മളെ ക്ഷമയല്ലോ ഏറ്റവും വലുത്, നമ്മളങ്ങ് ക്ഷമിച്ചു. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് അതാ. പക്ഷെ അന്ന് കേസ് ചാർജ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അവർ പറയുന്നത് അവർക്കെതിരെ ഒരു പോസ്കോ കേസ് കൊടുത്തു, ഇവിടുത്തെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തു പരാതിപ്പെട്ടപ്പോ എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ അഡ്വർടൈസിന് കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഇതെടുത്തോണ്ട് വരട്ടെ. അവരെല്ലാം ആരോപണങ്ങളല്ലേ, ഇതിനൊന്നും തെളിവ് അവർ പറയുന്നില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോട് അമ്മമാരോട് ഇതേപോലെ പറയിച്ച പോലെ കുട്ടികളെ അവിടെ ചെന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയാൻ പറഞ്ഞപ്പോൾ പിള്ളേർ വഴക്ക് പറഞ്ഞു. നമുക്കിവിടെ ചിൽഡ്രൻസ് ഹോമിൽ ഏതൊരു കുഞ്ഞ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് അത് റോങ് ആണെന്ന് തോന്നി അപ്പോഴേ CWC നമ്മൾ അറിയിക്കും. എന്തൊരു കാര്യമായാലും CWC അറിയിക്കും. അങ്ങനെ നമ്മൾ അവിടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കേസ് എങ്ങും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള അന്തേവാസികളിലെ ഇവിടെ പരിസരവാസികൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വരുന്നു, ഒരു പാർട്ടി മൂഡാണ്, ഞങ്ങൾക്ക് മദ്യക്കുപ്പികൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ ചുറ്റിലും എന്നൊക്കെയാണ് ഒരു ആരോപണം ഉള്ളത്. അവർ ആ മദ്യക്കുപ്പികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വില കൂടിയ വാഹനങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ഒരു പാർട്ടി പരിപാടി ഇവിടെ നടക്കുവാന്ന് വെച്ചു. അങ്ങനെ ഒരു റോങ് ആയിട്ടൊരു പരിപാടി ഇടുന്ന ആ സമയത്ത് അവർ വന്ന് വീഡിയോ എടുക്കാത്ത എന്താ? ആ സമയത്തല്ല അവർ വന്ന് പ്രതികരിക്കേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല. ഇതിപ്പം 2014 ഞാൻ തീപ്പോറെ വരുന്ന സ്ഥാപനമായിട്ട് 2014 ഇവിടെ വരാൻ കാരണമെന്ന് വെച്ചാൽ SNIT കോളേജിലെ ചെയർമാൻ സാർ 10 സെന്റ് സ്ഥലം ദാനമായിട്ട് തന്ന. അങ്ങനെ 2014 ഇപ്പം 16 വർഷത്തോ ഇവിടെ വന്നിട്ട് 13 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പൊ ഇത്രയും നാളായിട്ട് അവർക്ക് അതൊന്നും പറയണ്ട. നമ്മുടെ ജീവമാതയ്ക്കെതിരെ ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ യൂട്യൂബിനകത്തോ ഒരു പത്രത്തിനകത്തോ നമ്മുടെ ഒരു കമന്റ് പോലും, ജീവമാതയുടെ ഒരു കമന്റിൽ പോലും നെഗറ്റീവായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കിയപ്പം വെറുതെ എന്തേലുമൊക്കെ പറയണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞത് പെൺകുട്ടികളെ എവിടെ തല്ലുന്ന സമയത്ത് പോയി CCTV ഓഫ് ചെയ്ത് വെക്കും ജീവനക്കാര്, എന്നിട്ടാണ് അവരെ മർദ്ദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം. നമുക്ക് CC ക്യാമറ ഓഫ് ആവുന്നത് നമ്മൾ കറണ്ട് പോയാലും നേരത്തെ ജനറേറ്റർ ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു സാർ സ്പോൺസർ ചെയ്ത് അങ്ങനെ ജനറേറ്റർ ആയി. കറണ്ട് പോകുന്ന സമയത്ത് 2 മണിക്കൂർ എങ്ങാണ്ട് CCTV നിൽക്കും.
അതിനുശേഷം അത് തന്നെ ഓഫായി പോകുന്നതാണ്. അതല്ലാതെ നമ്മൾ ഒരു CC ക്യാമറയെ നമ്മൾ ഓഫ് ചെയ്യത്തില്ല. പിന്നെ ഒരു വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടന്നതിലൊക്കെ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അവരോട് പരാതി പറയാൻ പോകുമ്പോൾ അവർ നേരെ പോസ്കോ കേസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പീഡന കേസ് കൊടുക്കുകയാണ്, അതുകൊണ്ട് അവർക്കെതിരെ പറയാൻ എല്ലാവരും പേടിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്ഥാപനത്തിലോട്ട് ഇറങ്ങി വരുന്ന ആ സൈഡിൽ ഷേർലി എന്ന് പറയുന്നൊരു പുള്ളിക്കാരിയാണ് താമസിക്കുന്നത്. എനിക്ക് പൊതുവെ മിലിറ്ററിക്കാരോട് ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഒരുപാട് സഹായങ്ങൾ മിലിറ്ററി, അവർക്കൊരു സംഘടനയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സഹായങ്ങൾ, അരിയും സാധനവും ഡ്രസ്സും ബെഡ്ഷീറ്റും എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു മിലിറ്ററിക്കാരൻ്റെ വൈഫാണ് ഇത് പറയുന്നത്. നമ്മൾ അവിടെ ഒരു ബോർഡ് വെക്കാൻ കാരണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ദിവസം രാത്രി ഇവിടെ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 കുഞ്ഞുങ്ങളെ കൊണ്ട് അവരിവിടെ വന്നു, സ്റ്റേഷനിൽ നിന്ന് വന്നു, ഇവിടെ വന്നില്ല. അപ്പോൾ അവർക്ക് ഇവിടെ ഒന്നും ബോർഡില്ലാത്തതുകൊണ്ട് അവർ വഴിതെറ്റി ഇതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് കൊടുമൺ പ്ലാന്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് അവർ വഴിതെറ്റി അങ്ങ് കൊടുമൺ പോയിട്ട് അവിടുന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് പ്ലാന്റേഷൻ മുക്ക് വരെ അവർക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ എല്ലാ ഇടവഴിയല്ലേ, കാടല്ലേ, മൊത്തം റബ്ബറും തോട്ടം അറിയത്തില്ല. അപ്പം അങ്ങനെ വഴിതെറ്റി പോയിട്ട് പിന്നെ ആരാണ്ട് ഒരാളെയും കൂടെ വണ്ടിക്കകത്ത് വിളിച്ച് കയറ്റി അവരിവിടെ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ കേസൊക്കെ ആയി മജിസ്ട്രേറ്റിൻ്റെ മൊഴിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ താമസിക്കും, അങ്ങനെ രാത്രി വരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം ഇവിടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ റോഡിൽ ഒരു ബോർഡ് വെക്കണം, ഞങ്ങളെപ്പോലെ ഉള്ള രാത്രിയൊക്കെ അമ്മമാരെയൊക്കെ കിട്ടുന്നതൊക്കെ രാത്രി കൊണ്ട് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ വരാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ നിങ്ങൾ ഈ റോഡിൻ്റെ അവിടെ അങ്ങനെ ഒരു ബോർഡ് വെക്കണം അറിയാനെ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് അവിടെ ബോർഡ് വെച്ചത്. അങ്ങനെ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെ SHO പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചത്. ആ ബോർഡ് വെക്കാൻ പോയപ്പോഴത്തേന് അവിടുത്തെ ഷേർലി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഭർത്താവുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. അവർ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്ത് റോഡിലാണ് വെച്ചേക്കുന്നത്, കണ്ടാൽ അറിയാം റോഡില്ല, അവരുടെ മതിലിൽ തൊട്ടിട്ട് പോലും ഇല്ല നമ്മുടെ ബോർഡ് വെച്ചേക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടായി. ആ ബോർഡ് വെക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. അന്ന് രാത്രി തന്നെ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്ത് അങ്ങനെ ബോർഡ് വെക്കാൻ സമ്മതിച്ചില്ല. അന്നേരം പിടിമലിയൊക്കെ ഉണ്ടായിരുന്നു, എന്നെ പിടിച്ച് തള്ളയൊക്കെ ചെയ്തു. അപ്പം അത് വെച്ചിട്ട് ആ കേസ് കൊടുത്തത്. അതെങ്ങനെ പീഡന കേസ് ആവുന്നില്ല, പോക്സോ കേസ് ഒന്നും ആവത്തില്ലല്ലോ. അല്ല, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരികയാണ് അവിടുത്തെ, അതായത് അവിടെ പാർട്ടി മൂടുണ്ട്, പെൺകുട്ടികളെ ഒരുക്കി കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഇവിടെ നിന്ന് പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ കുട്ടികളില്ലെങ്കിൽ കൂടിയും ഇവിടുന്ന് ഒരുപാട് പെൺകുട്ടികൾ വളർന്ന് പുറത്തു പോയിട്ടുണ്ടാവും. അവരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോഴെങ്ങനെയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ? ഒരുപാട് കുഞ്ഞുങ്ങള് എന്നെ വന്ന് 3-4 പേര് ഇവിടെ വന്ന് കണ്ട്, ഒത്തിരി പേര് വിളിച്ച്, സന്ധി ഉൾപ്പെടെ ഇവിടെ വന്ന് എന്നെ വന്ന് കാണുകയൊക്കെ ചെയ്ത്. അതേപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് സംസാരിച്ച് അവർക്കൊക്കെ വിഷമമുണ്ട്. എന്തോ ചെയ്യാൻ പറ്റും, വെറുതെ അങ്ങ് പറയുക. ഞാൻ സന്ധ്യാസമയത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ കുഞ്ഞുങ്ങളെ. മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഇവിടുത്തെ തേപ്പുറ ജംഗ്ഷനിൽ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ അത് CWCയിൽ അറിയിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് എവിടെ കുഞ്ഞുങ്ങളെ സിനിമയ്ക്ക് ഞാൻ കൊണ്ടുപോകും, അത് സിനിമയ്ക്ക് കൊണ്ടുവന്ന മാറ്റിനിക്കേ കൊണ്ടുപോകത്തുള്ളൂ. നമ്മളതെല്ലാം CWCയിൽ അന്നേരം കൊണ്ടുപോകത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം കുഞ്ഞുങ്ങളെ അങ്ങനെ വേറെ എവിടെയെങ്കിലും തെറ്റായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ഈ സ്ഥാപനം ഇപ്പോഴും ഇവിടെ ഉണ്ടാവൂ? ചുമ്മാ വെറുതെ ആ ഷേർലി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇതെല്ലാം പറയുന്നത്. അതുപോലെ വേറൊരാളൊരു ബൈറ്റ് കൊടുത്തതിൽ പറയുന്നുണ്ട്, മൃതദേഹങ്ങൾ വിൽപ്പന നടത്തുന്നത്. ഈ മൃതദേഹങ്ങൾ വലിയ വിലക്കെടുക്കാൻ ആളുകളുണ്ട്, അങ്ങനെ മൃതദേഹ വിൽപ്പന ഇങ്ങനെയുള്ള അതര സേവനങ്ങൾ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വലിയ രീതിയിൽ മൃതദേഹ വിൽപ്പന ഒരു കച്ചവടമായി നടക്കുന്നുണ്ടെന്നാണ്. ശരിക്കും അങ്ങനെ കച്ചവടം നടത്താൻ പറ്റുമോ? നമുക്ക് ഒരമ്മ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വഴിയായാലും പഞ്ചായത്ത് വഴിയായാലും, ഞങ്ങൾ ഇന്നലെ ഒരമ്മ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരമ്മയെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിൽ അതുപോലെ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിട്ടാണ് നമ്മളൊരമ്മ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അമ്മ കൊണ്ടുവരുമ്പോഴേ നമ്മുടെ അഡ്മിഷൻ രജിസ്റ്ററിലും അറ്റൻഡൻസിലും എല്ലാം വരുന്നത്. ഈ ഇൻസ്പെക്ഷൻ സമയത്ത് ഈ അമ്മ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സാമൂഹ്യനീതി വകുപ്പൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമോ. ഇവിടെ തന്നെ അല്ല കേട്ടോ, എല്ലാ സ്ഥാപനങ്ങളിലും, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ. അതുപോലെ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം ഒരമ്മ വന്നാൽ, അമ്മ മരിച്ചാൽ, അല്ലെങ്കിൽ അമ്മ തിരിച്ചു കൊണ്ടുവിട്ടത്, ഇതെല്ലാം നമ്മൾ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിക്കണം. അപ്പം ഇങ്ങനെ ഓരോ അവയവങ്ങളൊക്കെ എടുത്ത് വിൽക്കുക. ചിലപ്പോൾ ആ പറയുന്ന ആള് വിറ്റ് കാണും, നമുക്കത് അറിയത്തില്ല. എൻ്റെ അറിവിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനവും അങ്ങനെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പിന്നെ വന്നൊരു ആരോപണം എന്ന് പറയുന്നത്, അതായത് ഇവിടെ വിവാഹശേഷം, ചേച്ചിയുടെ മകൻ്റെ വിവാഹശേഷം അന്ന് ആ കല്യാണം നടന്ന രാത്രി മകൻ്റെ ഭാര്യ ഇവിടുത്തെ വേറൊരു വീട്ടിലേക്ക് ഓടിപ്പോയി, എന്തോ പ്രശ്നമുണ്ട്, രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന തരത്തിലൊരു ആരോപണവും ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നല്ലോ. അതിനെക്കുറിച്ച് ഈ യൂട്യൂബിനകത്തെല്ലാം കിടപ്പുണ്ട്. കല്യാണത്തിൻ്റെ പിറ്റേന്നും ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നില്ലേ. അങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ
അവർ സന്തോഷത്തോടല്ലേ നിന്ന് എല്ലാവർക്കും ഇൻ്റർവ്യൂ എടുത്തത്, സന്തോഷത്തോടെ നിന്ന്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അത് സത്യമാണെന്നുണ്ടെങ്കിൽ അവരെ അന്ന് വരുമ്പോൾ അനാമി ഇവിടെ കാണുമോ, അല്ലെങ്കിൽ ഉണ്ണി ഇവിടെ കാണുമോ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നാട്ടുകാരുടെ വിട്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ വീട്ടിൽ കയറി ചെന്നെന്ന് വെച്ചോ, അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവത്തില്ലായിരുന്നു. അത് ഞാനും കണ്ട യൂട്യൂബിനകത്ത് വന്ന് കണ്ട് അഡ്വർടൈഷനിൽ പോയെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അഡ്വർടൈഷനിൽ പോയി എൻ്റെ മോൻ്റെ കൂട്ടുകാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അന്നേരം ഓടിക്കറിയെന്നൊക്കെയാണ് വന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്നേരം കേസാവത്തില്ലായിരുന്നു, എൻ്റെ മോൻ അന്നേ ജയിലിലാവത്തില്ലായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് യൂട്യൂബുകാർ ഇഷ്ടം പോലെ, എൻ്റെ മോൻ്റെ കല്യാണം വൈറലായത് ഇഷ്ടം പോലെ യൂട്യൂബുകാർ, എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞൊരു 2 ആഴ്ചത്തേന് മൊത്തം അവർക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്തെല്ലാം അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടല്ലേ നിന്ന്. അതുപോലെ ഒരു ഗുരുതര ആരോപണം ജീവമാധ്യമത്തിൽ ഉയർന്നത്, ഇവിടെ ചിലപ്പോൾ കത്തിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത സ്മെല്ല് വരും, ചിലപ്പോൾ അത് മനുഷ്യൻ്റെ ശരീരമാണോ ഇനി വല്ല ഭ്രൂണവും കത്തിക്കുന്നതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുരുതര ആരോപണം വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ചുറ്റും മൊത്തം റബ്ബറും ഈ മരങ്ങളും, ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം മൊത്തം മരങ്ങളാണ്. ശരിക്കും കരിയിലയാണ്. നമ്മൾ രാവിലെ തൂത്താൽ തന്നെ ഉച്ചയാകുമ്പോഴത്തേന് ശരിക്കും കരിയിലയാണ്. ഇതെല്ലാം കൂടെ തൂത്തുവാരി ഇപ്പം തൂത്തുവാരി എല്ലാം കൂടെ ഒരിടത്തിട്ടല്ല കത്തിക്കുന്നത്. ഒരു സൈഡിലെല്ലാം കൂടെ തൂത്തുവാരി അവിടെ ഇട്ട് കത്തിക്കും, അപ്പുറം എല്ലാം കൂടെ തൂത്തുവാരി അവിടെ ഇട്ട് കത്തിക്കും. അങ്ങനെ ആ കത്തിക്കുന്ന കരിയിലേ ഇവിടെ കത്തിക്കുന്നത്, അല്ലാതെ നമ്മൾ അടപ്പേ കത്തിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് എവിടെ നോക്കിയാലും അറിയാം നമ്മളല്ലാതെ ഒരു സാധനം ഇവിടെ കത്തിക്കുന്നില്ല. ഇത് കരിയില നമ്മൾ തൂത്തുവാരി കത്തിച്ച് കളയുന്നത് ഒരു തെറ്റാണോ? ജീവമാതയ്ക്കും ഗിരിജയ്ക്കും വിദേശത്തുനിന്ന് വരെ സഹായങ്ങൾ ലഭിക്കുന്നു, കണ്ടെയ്നറിൽ സാധനങ്ങൾ വരുന്നു, പക്ഷെ കുട്ടികൾക്കൊന്നും കൊടുക്കുന്നില്ല. മറ്റൊരു ആരോപണം ഇതാണ്. ഒന്നോടത്തെ കണ്ടെയ്നർ ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. പിന്നെന്ന് വെച്ചാൽ വിദേശത്തെ സഹായം ഒരു കേരളത്തിൽ, എനിക്ക് വേറെ സംസ്ഥാനത്തെ കാര്യം അറിയത്തില്ല, കേരളത്തിൽ ഒരിടത്തും വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് കേന്ദ്രത്തിന്റെ ഓർഡർ ഉണ്ടല്ലോ. അവര് പറയുന്നത് കുറെ സാധനങ്ങൾ വിദേശത്തുനിന്ന് വരുന്നവരൊക്കെ കൊടുക്കും, അതൊക്കെ മേശയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ കുട്ടികൾക്കൊന്നും പോലും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഈ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം അമ്മമാർക്ക് ഒരാളിപ്പോൾ ഒരു നൈറ്റി കൊണ്ടുവന്നാൽ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റും കൊടുക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊന്നും നമുക്കത് വീഡിയോ എടുത്ത് അയക്കാൻ പറ്റത്തില്ല. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബുക്കൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അത്. ഇപ്പോൾ കുറച്ച് തുണി ഒരാൾ കൊണ്ടുവന്നാൽ, നേരത്തെ ചിൽഡ്രൻസ് ഹോം ഉള്ള സമയത്ത് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവരുന്ന സമയത്ത് അവരാണ് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇത്രയും അമ്മമാരുണ്ടല്ലോ, ഇവിടെ കയറി നോക്കി എവിടെയും. അതൊക്കെ വെറും ആരോപണങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ ഞാൻ 1-2 കുഞ്ഞുങ്ങളുടെ വോയിസ് ഒക്കെ കേട്ടായിരുന്നു. ഈ മദ്യം വരെ നമ്മുടെ സ്ഥാപനത്തിൽ ചില കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അതേപോലെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലായാലും ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വഴക്ക് പറയത്തില്ലേ? ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഒരു അച്ഛനോ അമ്മയോ പറഞ്ഞാൽ കേൾക്കാത്ത കുഞ്ഞുങ്ങളാണ് നമ്മുടെ അവിടെ വരുന്നത്. അച്ഛനും അമ്മയ്ക്കും വേണ്ട, അവർക്ക് മടുത്ത് എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, പിന്നെയും തെറ്റിലോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത്. സ്വന്തം അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാത്ത കുഞ്ഞുങ്ങൾ വേറൊരാൾ പറഞ്ഞാൽ കേൾക്കൂ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആ രീതി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ തെറ്റ് കാണുമ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങൾ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു അടി കൊടുക്കുകയും അമ്മമാർ നേരെ വളർത്തുന്ന അമ്മമാർ, ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പിള്ളേരെ വഴക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞിനെ നമുക്കിവിടെ വരുമ്പോഴേ കുഞ്ഞുങ്ങളോട് CWC അവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുക, ഫോൺ ചെയ്യുക, 1098 വിളിക്കുക, അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനൊരു തെറ്റ് ചെയ്താൽ പോലും നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് ഫോൺ എന്തിനാ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ കാര്യങ്ങൾ പറയുന്ന പോലെ അവർ കാര്യം എന്ന് പറയുമ്പോഴത്തേന് സാറ് പിന്നെ CWCയിലെ സാറുമാർ പിന്നെ കുഞ്ഞുങ്ങളോട് സംസാരിക്കും, അവരെ വിലക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ചില കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ദേഷ്യം കൂടും. CWCയിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പിള്ളേർക്ക് നമ്മളോട് ദേഷ്യം കൂടും. പിന്നെ പിള്ളേർ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയും. പക്ഷെ അപ്പോഴത്തേന് കൗൺസിലർ അവിടുന്ന് CWCയിൽ കൗൺസിലർമാർ വരും, ബാക്കിയുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കും. അപ്പോൾ തെറ്റാരുടെ ഭാഗത്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ കുഞ്ഞിനെ വഴക്ക് പറയും, ഞാൻ അങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയും. ചിലപ്പം കുഞ്ഞുങ്ങൾ കേട്ടില്ലെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് നാൾ 2 ആഴ്ചത്തിന് മൺസ്റ്റോപ്പിൽ കൊണ്ട്, സർക്കാരിൻ്റെ മൺസ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെ പോയ 2-3 കുഞ്ഞുങ്ങളാണ് മനസ്സിലായോ ഇവിടുന്ന് വെല്ലുവിളിച്ചിട്ടൊക്കെ സ്ഥാപനം പൂട്ടിക്കും. ഇപ്പം ഒരു കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് പോകുന്നേ, +2 ഒക്കെ 2-3 പേരെ ഇടയ്ക്ക് വെച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടിയാണെങ്കിൽ മദ്യം കൊണ്ടുവന്നിട്ട് 3-4 കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുത്ത്
രാത്രി കൊണ്ടുവന്നു എന്ന് വെച്ചാൽ നമ്മളെ ഒരു കുഞ്ഞ് ബാഗ് സ്കൂളിൽ പോയാലും തിരിച്ചു വന്നാലും ബാഗൊക്കെ പരിശോധിക്കും. ഇവർക്ക് എവിടുന്നാണ് ഈ മദ്യം കിട്ടിയതെന്ന് അവർക്ക് സ്കൂളിൽ അവര് ബാഗിനകത്ത് വെള്ളം അന്ന് അവള് കൊണ്ടുവന്നത് വാട്ടർ ബോട്ടിലുണ്ടല്ലോ, നമ്മളെല്ലാം മണ്ടത്തരം നമ്മൾ കാണിച്ചു. ബാഗ് മൊത്തം പരിശോധിച്ചു, പക്ഷെ കുപ്പിയും വെള്ള കളറിലായിരുന്നു. വെള്ളം നമ്മൾ പരിശോധിച്ചില്ല, തുറന്നു നോക്കിയില്ല. പെൺകുട്ടിക്ക് ആരായിരിക്കും ഈ മദ്യം എത്തിച്ചു? അതൊന്നും നമുക്കറിയത്തില്ല. അതെല്ലാം നമ്മൾ CWCയിൽ അറിയിച്ചിട്ടുണ്ട്, അന്നേരം ഉള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, സ്കൂളിലും അറിയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം നിയമവശമായിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ പിടിക്കുന്ന സമയത്ത് അവർ നമ്മളോടൊന്നും കൂടെ വയലന്റ് ആവും. ഫോൺ കൊണ്ടുവന്ന് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾ വിളിക്കും. നമ്മളത് കാണുമ്പോൾ എന്തോ ചെയ്യണം? ഓരോരുത്തരെ കേസിൽ പെട്ടാ വരുന്നത്. ഇതെല്ലാം പോക്സോ കേസിലും അല്ലെങ്കിൽ അല്ലാതുള്ള വീട്ടുമായിട്ടുള്ള വിഷയം, അടിക്കേസ്, അമ്മ അടിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ ഈ അമ്മമാര് വഴക്ക് പറയുന്നത്. അമ്മമാർക്കെതിരെ പരാതി കൊടുത്തിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വരും. എന്നിട്ട് ഈ സ്കൂളിൽ ചെന്നിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഒരു പേപ്പർ, നമ്മളല്ല കുഞ്ഞുങ്ങൾ, ഒരു പേപ്പറിനകത്ത് ഈ മെസ്സേജ് എഴുതും, കത്ത് എഴുതിയിട്ട് ഒരു കുഞ്ഞിൻ്റെ കൊണ്ട് കൊടുക്കും. അവൾ വീട്ടിൽ ചെന്നിട്ട് അവർ അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ആങ്ങളുടെ ഫോണിൽ നിന്ന് ഇത് ഒരു നമ്പരും കൂടെ കൊടുക്കും, അയാൾക്കത് മെസ്സേജ് ചെയ്യും, വാട്സപ്പിൽ അത് അയച്ചു കൊടുക്കും. തിരിച്ചും അങ്ങനെ ഒത്തിരി പേരെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫോൺ കൊണ്ടുവരും, ഫോൺ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത കുഞ്ഞുങ്ങളെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വഴക്ക് പറയണ്ടേ? ഒരു അമ്മയെന്ന് പറയുമ്പോൾ എനിക്കിവിടെ 36 കുഞ്ഞുങ്ങൾ വരെ എനിക്കൊരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരാൾ തെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഫോൺ കൊണ്ടുവന്നാൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളും കൂടെ അത് യൂസ് ചെയ്യും. അതേപോലെ അനാവശ്യ വീഡിയോ കാണുക, അതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കൗൺസിലറിന് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? വാർഡന് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? നമ്മളിത് കുഞ്ഞുങ്ങളുടെ റൂമിനകത്ത് രാത്രി കയറി നോക്കാനും പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് 12 മണി 1 മണി ആകുമ്പോഴത്തേനും ഈ ഫോണൊക്കെ എടുത്ത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ആരെങ്കിലും ഒരു കുഞ്ഞ് നമ്മളോട് വന്ന് പറയുമ്പോഴേക്കും നമ്മൾ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുന്നത്. ആ പരിശോധിക്കുന്ന സമയത്ത് നമ്മളിത് കണ്ടു കിട്ടിയാൽ പിന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളോട് ദേഷ്യമാണ്. അങ്ങനെയുള്ള 2-3 കുഞ്ഞുങ്ങൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ മർദ്ദിക്കുന്ന സമയത്ത് വലിയ വോയിസിൽ പാട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, ആൾക്കാർ കേൾക്കാണ്ടിരിക്കാൻ എന്നൊക്കെ വേറൊരു ആരോപണം. അത് എല്ലാ ദിവസവും രാവിലെ അമ്മമാരല്ലയോ ഇവിടെ എല്ലാ ദിവസവും രാവിലെ പാട്ടിടും. 2-3 പേർക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഈ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 4-4:30 ആകുമ്പം ഇവരെല്ലാം വെളിയിൽ കൊണ്ടുവന്ന് 2 സൈഡിൽ ഇങ്ങനെ ഇരുത്തും. ആ സമയത്ത് ഇവർക്ക് ചായയോട് എന്തെങ്കിലും കഴിക്കാനും കൊടുക്കും. ആ സമയത്ത് പാട്ടിടും. അപ്പൊ ഡാൻസ് കളിക്കണമെന്നുള്ളവർ ഡാൻസ് കളിക്കും, നടക്കും. നമ്മളായാലും വീടുകളിൽ പാട്ടെടുത്തില്ലയോ? അപ്പൊ ഈ നിലവിളി എന്നൊക്കെ പറയുന്നത് നിലവിളി എനിക്കറിയത്തില്ല. ഇതെല്ലാം ഷേർലി എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്ന് വെച്ചാൽ പ്രായമുള്ള അമ്മമാരാ, ചില അമ്മമാര് കുളിക്കത്തില്ല. ഇന്നലെ തന്നെ കൊണ്ടുവന്ന അമ്മയുടെ തല മൊത്തം പേനായിരുന്നു. രാവിലെ കുളിക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യത്തിലേ ഒരു ആരോപണം. അതായത് ഇങ്ങനെ ഇവരെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഒരു കർത്തവ്യമായിരിക്കും. അതെ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഇപ്പൊ തന്നെ ആരോപണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മമാരെ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ കുട്ടികളെയും വൃത്തിയാക്കുന്നില്ല. സ്കൂളുകളിൽ നിന്ന് വരെ കംപ്ലൈന്റ് വരുന്നു, യൂണിഫോം വൃത്തിയില്ലാതെ, അവരുടെ തലയിൽ പേൻ അത് കുളിക്കാത്തത് കൊണ്ട് പേൻ കാണുന്ന കുട്ടികളെ, വൃത്തിയില്ലാതെയാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പം ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഇവരുടെ വ്യക്തി ശുചിത്വത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ചിൽഡ്രൻസ് ഹോമിൽ നമുക്കൊരു ചാർട്ടുണ്ട്. രാവിലെ 5-5:30 ആകുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേക്കണം. എന്നിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരത്തെ വാർഡൻ കൂടെ കയറും. കൊച്ചു കുട്ടികളെ കുളിപ്പിക്കുന്നത് വാർഡന്മാരാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ വൃത്തിയില്ല എന്ന് CWC ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ അവിടെ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള സ്ഥാപനം ജീവമാതയായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ, അത് കൂടുതലും കേസുള്ള കുഞ്ഞുങ്ങളും ജീവമാതയില്ല. ഞങ്ങൾ എവിടെയും കോടതിയിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ഈ തലപ്പത്ത് വേറെ ആരുമില്ല നമ്മളോട് ഓർഡർ ഇടാൻ. അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്, ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ കുഞ്ഞുങ്ങളോട് നിന്നിട്ടുള്ളൂ. ഇതുവരെ CWC നിന്നൊന്നും അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. പിന്നെ അമ്മമാരെ എങ്ങനെ രാവിലെ ഞങ്ങളൊരു 7:30-8 മണി ആകുമ്പോഴത്തേന് ആ സമയത്ത് അമ്മമാരെ എല്ലാം കുളിപ്പിക്കുന്നത്. അന്നേരം അമ്മമാർ സ്വന്തമായിട്ടല്ല കുളിക്കുന്നത്, ആരെങ്കിലും ഒരാൾ കൂടെ കയറി അമ്മമാരെ കുളിപ്പിക്കുക. പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഈ കൊച്ചുകുട്ടികൾ രാവിലെ നല്ല ഒരുക്കി കെട്ടിയാണ് നമ്മൾ സ്കൂളിലോട്ട് വിടുന്നത്. വൈകുന്നേരം കുഞ്ഞുങ്ങൾ മുടി കഴിച്ചിട്ട് നമുക്കിപ്പോൾ സ്കൂളിൽ പോയി നമുക്ക് റെഡിയാക്കാൻ പറ്റൂ? കുഞ്ഞുങ്ങൾ കിടന്ന് ചാടുന്നപ്പോൾ ടീച്ചർമാരല്ലേ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്? നമ്മൾ ബസ് കയറ്റി വിടുന്ന ഈ മേളി വരെ ബസ് വരും. നമ്മൾ അവിടം വരെ നല്ല കുഞ്ഞുങ്ങൾക്ക് ഇരട്ടവാലൊക്കെ കെട്ടി. അതിൻ്റെ തന്നല്ല, ഈ പത്തനംതിട്ട ജില്ലയിൽ മേക്കപ്പ് കൂടുതൽ ചെയ്യുന്ന സ്ഥാപനം ഇതാന്ന് എത്ര വട്ടം CWC തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ലിപ്റ്റിക്ക് വരെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതുവരെ അങ്ങനെ പാടില്ല. എല്ലാ സ്ഥാപനത്തിലും കുഞ്ഞുങ്ങൾക്ക് സ്റ്റഡ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇവിടെ അങ്ങനല്ല. ഞാൻ എൻ്റെ വർഷം മോന് എന്തോ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു സെറ്റായിട്ടാണ് വാങ്ങിക്കുന്നത്. ഓരോരുത്തർ സഹായിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് എല്ലാം സെറ്റായിട്ടാണ്, വലിയ ഞാത്തും
അതേപോലെ തലയിടാനും നല്ല വൃത്തിയായിട്ട് നല്ല മേക്കപ്പിലാണ് പോകുന്നത്. അങ്ങനെ ഒത്തിരി വട്ടം എനിക്ക് ഐലൈനർ പോലും എഴുതാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞ് എത്ര വട്ടം CWC തന്നെ എനിക്ക് വാണിംഗ് തന്നിട്ടുണ്ട്. പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പഠിത്തത്തിന് വേണം മുൻതൂക്കം കൊടുക്കുക, ഇങ്ങനെ മേക്കപ്പിനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.